ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു ഹെൽത്ത് മിക്സ് ആണ്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, വാങ്ങി സഹായിക്കുക. ഇത് വാങ്ങാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഞവര റൈസ്, അവല്, പംകിൻ സീഡ്, ബദാം, കാഷ്യൂ, എള്ള്, മുതിര, പിന്നെ സ്വാദിന് വേണ്ടിയിട്ട് ഏലക്ക, കുരുമുളക്. ഇത്രയും സാധനമാണ് നമ്മൾ ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ഞവര റൈസ് കഴുകി എടുത്തിട്ടുണ്ട്. അത് ചട്ടിയിലിട്ട് വറുത്തെടുക്കുകയാണ്. അത് ഒരുവിധം മൂത്ത് വന്ന് പൊട്ടുന്ന സൗണ്ട് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഇറക്കാം. അതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ വറുക്കാൻ പോകുന്നത് അവലാണ്. അവല് വറുക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിയുന്ന രീതിയിൽ മൂപ്പായി കഴിയുമ്പോഴത്തേക്കും അത് ഇറക്കാം. അവല് വറുക്കാണ്. ഇതിന് എടുക്കുന്ന അവലെന്ന് പറയുന്നത് സാധാ അവലല്ല, മട്ടയവലാണ്. വെള്ള കളറിലുള്ള, തീരെ നൈസാണ്, കട്ടി കുറഞ്ഞാണ്, വില കൂടുതലാണ് അതിന്. അതാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇറക്കുകയാണ്. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് പംകിൻ സീഡാണ്. പംകിൻ സീഡ് അതും നമ്മളൊന്ന് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. കഴുകി വറുത്തെടുക്കുകയാണ്. അത് ഒരുവിധം വലിപ്പം വെച്ച് അതിൻ്റെ നിറം ഒന്ന് മാറും. ഗ്രീൻ കളർ മാറിയിട്ട് ഇച്ചിരിയും കൂടി ബ്രൗൺ പോലത്തെ ഒരു കളർ വരും. അത് ആയി കഴിയുമ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അത് ഇറക്കിയിട്ട് അടുത്ത മുതിരയാണ്. മുതിരയും കഴുകിയിട്ട് വേണം വറുക്കാനായിട്ട്. അതിൻ്റെ ഒരു സ്മെല്ല് വരും മുതിര വറുക്കുമ്പോഴത്തേക്കും. ആ സ്മെല്ല് വന്ന് കഴിയുമ്പോഴത്തേക്കും അതും ഇറക്കാവുന്നതാണ്. നന്നായിട്ട് മൂക്കാനായിട്ട് നിൽക്കരുത്. മൂത്ത് കഴിഞ്ഞാൽ മുതിരയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ പിന്നെ നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ടേസ്റ്റ് വ്യത്യാസം വരും. അടുത്തത് എള്ളാണ്. എള്ള് അതിൻ്റെ കളറ് മാറി ഒരുവിധം മൂത്ത്, എള്ളും കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അതിൽ പൊടിയുടെ അംശം കാണും. അതുകൊണ്ട് എള്ളും നന്നായിട്ട് കഴുകി വെള്ളം പോയതിന് ശേഷം വേണം അതും വറുത്തെടുക്കാനായിട്ട്. അതും ഒരുവിധം വെള്ളം വിട്ട് മാറിയിട്ട് ഒറ്റയ്ക്കായി കഴിയുമ്പോൾ അതും ഇറക്കാം. ഒത്തിരി മൂക്കരുത്. അതിന് ശേഷം കാഷ്യൂ ആണ്. കാഷ്യൂ ചുമ്മാ വറുത്തെടുക്കുവാണ്.